പിതാവ് പുത്രനെ എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്ത് അവനെ ഉന്നതികളിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗമുണ്ട്, സ്വർഗാതിസ്വർഗമുണ്ട്. ഏറ്റവും മുകളിലത്തേതാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ വാസസ്ഥലം. അത്യുന്നതനായ ദൈവത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ കീഴെയാണ് ഈ പ്രപഞ്ചവും അതിലുള്ള സകലതും. അല്ലെങ്കിൽ ഈ അഖിലാണ്ടത്തിൽ മുഴുവനുള്ളതും അത്യുന്നതനായ ദൈവത്തിൻ്റെ കീഴെയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുന്നത് എവിടെ നിന്നാ? 128 പ്രകാശവർഷം ദൂരെയുള്ള ഒരു ജനിതക കണിക കണ്ടവിടത്തിൽ നിന്നല്ല, അതിൻ്റെ മുകളിൽ നിന്ന്. എങ്ങനെയാ? സ്പ്ലിറ്റ് സെക്കൻഡും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. ജീവനോടെ ഇരിക്കുന്ന നാം പെട്ടെന്ന് രൂപാന്തരപ്പെടും, നമ്മൾ എടുക്കപ്പെടും. എവിടെയാ? ഈ 128 പ്രകാശവർഷം ദൂരെയുള്ള നക്ഷത്രത്തിന്റെ മേലെ നമ്മളെത്തും. അവിടെ നമ്മുടെ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ 7 വർഷം പാർക്കും. അതിനായിട്ട് വിളിക്കപ്പെട്ടവരോട് പോൾ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി തീർന്ന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തെ നിങ്ങൾ വിട്ടുകളയരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, ക്രിസ്തു എന്റെ ചേർപ്പാൻ വരുമ്പോൾ എനിക്ക് എടുക്കപ്പെടണം.